ഉള്ളിയാണെങ്കിൽ ഉള്ളിയും മൈദയൊക്കെ വെച്ചൊന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി എടുക്കുന്നത് സംഭവം കൊള്ളാല്ലേ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ആ വീഡിയോ കണ്ടാൽ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഉള്ളി ആ വീഡിയോ കണ്ടാൽ കട്ട് ചെയ്തെടുത്തിട്ട് വരാം. പിന്നെ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ ചെയ്യുന്നില്ലേ, ഒരു ലൈക്ക് മാത്രം മതി. ലൈക്ക് അടിച്ചില്ലെങ്കിൽ ലൈക്ക് അടി സപ്പോർട്ടാക്കാൻ മറക്കല്ലേ ഗേസ്. അപ്പൊ അവിടെ ഉള്ളി നമ്മൾ കട്ട് ചെയ്തൊരു പരുവാക്കി ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതിനകത്തോട്ട് മൈദ ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതിനകത്തോട്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കാം ഗൈസ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഗൈസ്. പിന്നെ 1 മില്യൺ അടിക്കാൻ കുറച്ച് സബ് കൂടെ മതി. അപ്പോൾ നിങ്ങൾ സപ്പോർട്ടാക്കിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ 1 മില്യൺ അടിക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ ഗൈസ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ മസാല ഒക്കെ തേച്ച് സെറ്റാക്കി ഇടുന്നുണ്ട്. നമുക്ക് നല്ലോണം എണ്ണയിലിട്ട് മുരിച്ചെടുത്തിട്ട് വരാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ സാധനം. നമുക്ക് ഇന്ന് എടുത്ത് കരിച്ചു നോക്കാം, എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കാം. ഗൈസ് നല്ല മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല, കൊള്ളാം.